മക്കൾസ്, ഞാൻ ഇനി പറയുന്ന ഓരോ ചാപ്റ്ററൊന്നും പറയുന്ന ഈ ടോപ്പിക്കുകളെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തണേ. ആ ഡെഫിനിഷനുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്കുകളെങ്കിലും നിങ്ങൾ ഓരോ ചാപ്റ്ററൊന്നും പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തുക. ഇതെങ്കിലും നമ്മൾ പഠിച്ചു പോകണം എങ്കിലേ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് സമയമില്ലാത്ത സമയത്തൊക്കെയാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ, ഇപ്പം ഫിസിക്സും കെമിസ്ട്രി എല്ലാം കൂടെ നിങ്ങൾക്ക് വായിക്കാൻ സമയമൊന്നുമില്ലെങ്കിൽ ഇതെങ്കിലും നിങ്ങൾ പഠിച്ചു പോകണം എന്ന് പറയുന്ന പോയിന്റിൽ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ നമ്മൾ പഠിക്കേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് എന്താണ് മാറ്റർ, എന്താണ് ദ്രവ്യം എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ ഇതാ ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കണം. എന്താണ് മാറ്റർ? ഇനി ആ മാറ്ററിൻ്റെ ഉള്ളിലുള്ള മാസ് എന്താണെന്ന് പറയുന്ന ഡെഫിനിഷൻ, എന്താണ് മാസ്, അപ്പോൾ അതൊന്ന് പഠിക്കണം. മാറ്റർ എന്താണെന്ന് പഠിക്കണം, മാറ്ററിൻ്റെ മാസിനെ കുറിച്ച് എന്താണെന്ന് പഠിക്കണം. അടുത്തത് മാറ്ററിന് സ്ഥിതി ചെയ്യാനൊരു സ്ഥലം വേണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ സ്ഥലം എന്താണ് സ്ഥലം, ആ സ്ഥലത്തിന് എന്താണ് വിളിക്കുക. അപ്പോൾ ഈ 3 ഡെഫിനിഷൻ, ആദ്യത്തെ പോയിന്റിൽ ആ 3 ഡെഫിനിഷനുകൾ നിങ്ങൾ പഠിക്കണം. ദെൻ ഫിസിക്കൽ ചേഞ്ച് എന്താണ്, കെമിക്കൽ ചേഞ്ച് എന്താണെന്ന് പഠിച്ചു വെക്കണം. ഇത് ഞാൻ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്ന പോയിന്റുകളായതുകൊണ്ടാണ് ഇത് നിർബന്ധമായിട്ടും പഠിച്ചു പോയിക്കോ, അടിപൊളിയായിട്ട് മാർക്ക് കിട്ടുമെന്ന് പറയുന്നത്. ഫിസിക്കൽ ചേഞ്ച് എന്നാണ്, കെമിക്കൽ ചേഞ്ച് എന്നാണ് പഠിക്കണം. ദെൻ കുറച്ച് എക്സാമ്പിൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ട് അത് ഫിസിക്കൽ ചേഞ്ച് ഏതൊക്കെയാണ് അതിൽ, കെമിക്കൽ ചേഞ്ച് ഏതൊക്കെയാണ് അതിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ എന്താണ് സബ്ലിമേഷൻ, എന്താണ് ഉത്പാദനം എന്ന് പറയുന്ന ഡെഫിനിഷൻ പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തണം. ദെൻ സോളിഡ് ലിക്വിഡും ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ സംഭവിക്കുന്നതും ലിക്വിഡ് തിരിച്ചാകുമ്പോൾ സംഭവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ദെൻ ഒരുപാട് ടൈപ്പ് റിയാക്ഷനുകൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതിന് മൊത്തത്തിൽ അഥവാ 3 ടൈപ്പ് റിയാക്ഷനുകളിൽ ഒന്നാമത്തെ റിയാക്ഷനായിട്ട് തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം. ഒരു മിനിറ്റ്. തെർമോ കെമിക്കൽ റിയാക്ഷന് മുമ്പ് നിങ്ങൾ 2 ടൈപ്പ് റിയാക്ഷനുകളിൽ വരുന്നത്, ഒന്ന് എക്സോതെർമിക് റിയാക്ഷൻ എന്താണെന്ന് പഠിക്കണം, എൻഡോതെർമിക് റിയാക്ഷൻ എന്താണെന്ന് പഠിക്കണം. എക്സോതെർമിക് റിയാക്ഷൻ എന്താണെന്ന് പഠിക്കണം, എൻഡോതെർമിക് റിയാക്ഷൻ എന്താണെന്ന് പഠിക്കണം. അതിൻ്റെ എക്സാമ്പിൾസും പഠിക്കണം. എപ്പോഴൊക്കെയാണ് എക്സോതെർമിക്, എപ്പോഴൊക്കെയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സോതെർമിക് റിയാക്ഷൻസ് എന്താണ്, എൻഡോതെർമിക് റിയാക്ഷൻസ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ് എന്താണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ തെർമോ കെമിക്കൽ റിയാക്ഷൻസ് അഥവാ ഈ ഹീറ്റ് ടു എനർജിയായിട്ട് ബന്ധപ്പെട്ട് ഈ എൻഡോതെർമിക് എക്സോതെർമിക്കും ഇല്ലേ, അത് രണ്ടും കൂടെ ചേരുന്ന ടോട്ടൽ റിയാക്ഷനുകൾ വിളിക്കുന്ന പേരാണ് തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്നും പഠിക്കണം. സോ തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്താണെന്നും അതിൻ്റെ 2 ഭാഗമായ എക്സോതെർമിക്കും എൻഡോതെർമിക്കും അതിൻ്റെ എക്സാമ്പിൾസുകളും നിങ്ങൾ പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തണം. ആ ഭാഗങ്ങൾ തീരുവോടെ തെർമോ കെമിക്കൽ, എക്സോതെർമിക്. ദെൻ നിങ്ങൾ പഠിക്കേണ്ടത് മറ്റൊരു പ്രകാശോർജ്ജം അഥവാ പ്രകാശ രാസപ്രവർത്തനങ്ങൾ, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ലൈറ്റ് ഉപയോഗിച്ച് നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ ഏതാണ്, പ്രകാശ രാസപ്രവർത്തനങ്ങൾ ഏതാണെന്നെങ്കിലും ഡെഫിനിഷൻ പഠിച്ചു. വെരി സിമ്പിൾ. ലൈറ്റ് ഉപയോഗിക്കുന്നതും ലൈറ്റ് പുറത്തുവിടുന്നതായിട്ടുള്ള രാസപ്രവർത്തനങ്ങളാണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ. അതിൽ ഫോട്ടോസിന്തസിസ് ഒക്കെ പറ്റും. അപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പഠിച്ചു. ദെൻ മിന്നാമിനിങ്ങിൻ്റെ ലൈറ്റ്, മിന്നാമിനിങ്ങിൽ നിന്ന് പുറത്ത് വരുന്ന ലൈറ്റ്, അതൊക്കെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണെന്നും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നും ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ തന്നെ കിട്ടാവുന്നുള്ളൂ. നിങ്ങൾ ടഫാണ്, അത് വായിച്ചാൽ തീരൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തീരാത്തത്. വെരി സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാൻ കിട്ടും. ദെൻ അവസാനം ഈ ചാപ്റ്ററിൽ വരുന്ന റിയാക്ഷൻ എന്താണ് പറയുക, വൈദ്യുത രാസപ്രവർത്തനം, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. അത് നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചിലെ ബാറ്ററിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റും. സോ നമ്മളെ വാച്ചിലെ ബാറ്ററിനെ വിളിക്കുന്നവരാണ് ഡ്രൈ സെല്ല്. അവിടെ എന്ത് വ്യത്യാസമാണ് വരുന്നതെന്ന് പഠിച്ചു വെക്കുക. ദെൻ എന്താണ് ഇലക്ട്രോലിസിസ്, എന്താണ് വൈദ്യുത വിശ്ലേഷണം എന്നൊന്ന് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. വെള്ളത്തിലൂടെ കറണ്ട് കടത്തി വിട്ടാൽ എന്ത് സംഭവിക്കുന്നു എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. എന്താണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എന്തായാലും ചോദിക്കാനുള്ള ഭാഗമാണ്. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്താണെന്നുള്ളത്, ആ ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ എക്സാമ്പിൾ ചിത്രം വെച്ചുകൊണ്ട് പഠിച്ചാൽ അടിപൊളിയാണ്. അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പോസിറ്റീവിൽ ആരാണ്, നെഗറ്റീവിൽ ആരാണ്, സൊല്യൂഷൻ എന്താണ്, ഈ ചോദ്യങ്ങൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നാണ് ചോദിക്കുന്നത്, എന്തായാലും വരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും സിൽവറാണ് പ്ലേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്, ഗോൾഡാണ് പ്ലേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ദെൻ ഇങ്ങനത്തെ റിയാക്ഷനുകൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ നമ്മൾ പറഞ്ഞു. ദെൻ മക്കളെ മൊത്തത്തിൽ അതിൻ്റെ ഒരു മൊത്തം നമ്മൾ ഇതുവരെ പറഞ്ഞ ടോട്ടൽ ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഈ ടേബിൾ ഒന്ന് പഠിച്ചു വെച്ചാൽ ആദ്യത്തെ ചാപ്റ്റർ സെറ്റാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞ ഡെഫിനിഷനുകൾ ആ എക്സാമ്പിളുകൾക്ക് ഒന്ന് ഓർത്ത് വെച്ച് പോയിക്കോളുക. ഓക്കെ. ദെൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സിൽ ഇതെങ്കിലും ഒന്ന് പഠിച്ചു പോകണമെന്ന് പറയുന്നതിൽ ഒന്ന് എന്താണ് മോളിക്യൂൾ, എന്താണ് തന്മാത്രകൾ എന്നുള്ള ഡെഫിനിഷൻ, എന്താണ് ആറ്റംസ് എന്നുള്ള ഡെഫിനിഷൻ, ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, എന്താണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തുക. ദെൻ ചില എലമെൻറ്റുകൾ അവരുടെ പേരുകളും വന്നത് പല ഫ്രാൻസി എന്നുള്ള പേര് വന്നത് എവിടുന്നാണ്, ക്യൂറി എന്നുള്ള പേര് വന്നത് എവിടുന്നാണ്, റുബിഡി എന്നുള്ള പേര് വരുന്നത് എവിടുന്നാണ്, ടൈറ്റാനിയം, ക്രോമിയം, ഇറിഡിയം, ഇങ്ങനത്തെ പേരുകളൊക്കെ വന്നത് എവിടെ. അപ്പോൾ ചില പേരുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ പേരുകൾ വന്നതെന്നൊക്കെ ആലോചിക്കാം. ദെൻ എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി വന്ന സയൻറ്റിസ്റ്റുകൾ ഒന്നാമത്തെ ആളാണ് ലാവോസിയെ എങ്ങനെയാണ് വേർതിരിച്ച് ക്ലാസിഫൈ ചെയ്തത്, ഡോബറൈനർ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്,
ചെയ്തത്, സിമ്പിളായിട്ട് ഓർത്ത് വെക്കാൻ പറ്റുമതൊക്കെ. അതുപോലെ തന്നെ ന്യൂലാൻഡ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്, ദെൻ അവസാനം വന്ന മെൻ്റലീവ് എങ്ങനെയാണ് പീരിയോഡിക് ടേബിളിനെ ക്ലാസിഫൈ ചെയ്തത്. മെൻ്റലീവിൻ്റെ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോ. മെൻ്റലീവിൻ്റെ പഠനം, മെൻ്റലീവ് പറഞ്ഞ ആ പോയിന്റ് എപ്പോഴും അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് മെൻ്റലീവ് പീരിയോഡിക് ലോ, അതിങ്ങനെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ദെൻ മെൻ്റലീവിൻ്റെ പീരിയോഡിക് ലോയെ കുറിച്ച് പഠിക്കുമ്പോൾ മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിളിനെ കുറച്ചും കൂടി സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അദ്ദേഹം ബ്ലാങ്ക് സ്പേസ് കൊടുത്തതും സ്പേസ് വിട്ടതും അതുപോലെ തന്നെ ആറ്റോമിക് മാസിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്തോ ക്രമത്തിൽ അറേഞ്ച് ചെയ്തോ ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ദെൻ നിങ്ങൾ പിന്നെ പഠിക്കും ഇങ്ങനത്തെ ഒരു ടേബിൾ ഒന്ന് ഇതൊക്കെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. അതായത് മോണോ ആറ്റോമിക് എന്ന് പറയുന്നത് ആരെയാണ്, ഡയാറ്റോമിക് എന്ന് പറയുന്നത് ആരെയാണ്, പോളി ആറ്റോമിക് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഒറ്റൊന്നുള്ളെങ്കിൽ മോണോ ആറ്റോമിക്, ഇവിടെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഡയാറ്റോമിക്, ഇവിടെ രണ്ടിൽ കൂടുതലാണെങ്കിൽ പോളി ആറ്റോമിക് എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ദെൻ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നൊരു ഭാഗമാണ് ഇങ്ങനെ കുറച്ച് എലമെൻറ്റ്സും അവരുടെ എണ്ണവും തന്നിട്ട് ഫോമുല എഴുതാൻ. അത് നമ്മൾ ചാപ്റ്ററിൽ പറഞ്ഞതാണ്, പഠിപ്പിച്ചതാണ്. അതെങ്ങനെയാണ് എഴുതുക എന്നുള്ളതും കൂടെ ഒന്ന് പഠിച്ചുകൊണ്ടു. ദെൻ എത്ര മോളിക്യൂൾസ് ഉണ്ട്, എത്ര ആറ്റംസ് ഉണ്ടെന്ന് ചോദിക്കുക. 2 HCl എത്ര ആറ്റംസ്, എത്ര മോളിക്യൂൾസ് ഉണ്ട്, 4 SO2 എത്ര മോളിക്യൂൾസ്. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതും ഞാൻ ചെയ്തതെന്നാണ്. ഇതും ഒന്ന് പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തുക. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഈ ചാപ്റ്ററിൽ വരുന്നത് കെമിക്കൽ ഇക്വേഷൻസ് ആണ്. നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും, അതിനെ ഇക്വേഷൻ ആക്കി എഴുതാൻ പറ്റൂലേ. അതാ അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിന് ഇക്വേഷൻ എഴുതാൻ അറിയില്ലേ. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതിനെ ഇക്വേഷൻ ആക്കി എഴുതാൻ അറിയില്ലേ എന്ന് പഠിച്ചാൽ അത് സിമ്പിളാണ് സാധനം. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടാവും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ മാത്രം ആക്കി മാറ്റിയാൽ മതി. ഓക്കെ അല്ലേ. മൂന്നാമത്തെ ആസിഡ് ബേസ് ആൻഡ് സോൾട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ആസിഡിൻ്റെ പ്രോപ്പർട്ടി. ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന ആസിഡിൻ്റെ പ്രോപ്പർട്ടികൾ എന്തൊക്കെയാണ്, ആസിഡിൻ്റെ പ്രോപ്പർട്ടികൾ എന്ന് പഠിച്ചില്ലെന്ന് ഉറപ്പിക്കുക. ദെൻ ആസിഡിലേക്ക് ഒരു മെറ്റൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രജൻ ഉണ്ടാവും എന്ന് പറയുന്ന ആ പോയിന്റും അതിൻ്റെ എക്സാമ്പിളും പഠിക്കുക. ദെൻ കാർബണേറ്റുകളും ആസിഡും റിയാക്ട് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരും. അപ്പോൾ ആസിഡിൻ്റെ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അങ്ങനത്തെ സാധനങ്ങൾ പഠിക്കുക. ദെൻ ഒരു HCl തന്നാൽ അതെങ്ങനെയാണ് പൊട്ടുക, H2SO4 തന്നാൽ എങ്ങനെയാണ് പൊട്ടുക, H2CO3 തന്നാൽ എങ്ങനെയാണ് പൊട്ടുക, അതെങ്ങനെ എഴുതുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് 2-3 എഴുതി നോക്കിയാൽ അത് പഠിച്ചത് നന്നായി എന്ന് നിങ്ങൾ തന്നെ പറയും. ദെൻ ആസിഡ് എന്ന് പറഞ്ഞാൽ ആരാണ്, വെള്ളത്തിലിട്ടാൽ H+ തരുന്ന ആളാണ് ആസിഡ് എന്ന് പഠിക്കുക. ദെൻ ചില സബ്സ്റ്റൻസും അതിലുള്ള ആസിഡുകളുടെ പേരുകളും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ഇത്. നോൺ മെറ്റലുകളാണ് ഇത് ഈ എഴുതിയത്, അവരുടെ ഓക്സൈഡുകളൊക്കെ ആസിഡുകളായിരിക്കും എന്ന് പറയുന്ന ഒരു പോയിന്റ്. ആ ഭാഗം ഒന്ന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചില്ലെന്ന് ഉറപ്പിക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടും. സോ നോൺ മെറ്റൽ ഓക്സൈഡുകൾ വെള്ളമായിട്ട് റിയാക്ട് ചെയ്താൽ ആസിഡുകൾ തരുമെന്ന് പറയുന്ന ആ മെയിൻ പോയിന്റ്. ദെൻ ബേസിലേക്ക് എത്തുകയാണെങ്കിൽ ആസിഡിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞ പോലെ തന്നെ ബേസിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. ആൻഡ് ഓൾസോ ആസിഡ് വെള്ളത്തിൽ H+ തരികയാണെങ്കിൽ ബേസുകൾ OH- തരുന്നവരാണ് എന്ന് പഠിച്ചു വെക്കുക. ദെൻ ചില ബേസുകളുടെ കെമിക്കൽ നെയിമും കോമൺ നെയിമും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അത് പഠിച്ചു വെച്ചാൽ ഫ്രീ ആയിട്ട് മാർക്ക് കിട്ടും. ഫ്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചാൽ. ദെൻ ആസിഡും ബേസും ചേർന്നാൽ കിട്ടുന്ന ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ pH വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. ദെൻ ആ pH വാല്യൂ കൂടെ പഠിച്ചതിന് ശേഷം ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നമ്മളുടെ ലൈഫിൽ എവിടെയാണ്, നമ്മുടെ ആമാശയത്തിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആസിഡ് കൂടുമ്പോൾ നമ്മൾ കുടിക്കുന്ന മരുന്ന് ബേസാണ്. ദെൻ മണ്ണിൽ അസിഡിറ്റി കൂടുമ്പോൾ നമ്മൾ ബേസ് ഇടുന്നുണ്ടെന്ന് പറയുന്ന ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിൾസും പഠിക്കുക. ദെൻ മക്കളെ ചില സോൾട്ടുകളെ നിങ്ങൾക്ക് തന്നാൽ അതിൽ ക്ലോറൈഡ് ഉണ്ടോ, അതുപോലെ തന്നെ നൈട്രേറ്റ് ഉണ്ടോ, അതുപോലെ തന്നെ സൾഫേറ്റ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ചില ആളുകളെ ചേർക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പഠിക്കുക. ക്ലോറൈഡ് ആണെങ്കിൽ സിൽവർ നൈട്രേറ്റ് ചേർത്താൽ മതിയെന്നും, സൾഫേറ്റ് ആണെങ്കിൽ ബേരിയം ക്ലോറൈഡ് ചേർത്താൽ മതിയെന്നും, നൈട്രേറ്റ് ആണെങ്കിൽ ഫെറസ് സൾഫേറ്റും H2SO4 ചേർത്താൽ മതിയെന്നും, കാർബണേറ്റ് ആണെങ്കിൽ അതിലേക്ക് ആസിഡ് ചേർത്താൽ കാർബൺ ഡൈ ഓക്സൈഡ് ആവുമെന്നും ഇതൊരു ഒറ്റ ശ്വാസത്തിൽ അങ്ങ് പറഞ്ഞു പഠിച്ചോ, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. ദെൻ നമ്മൾ ജലം, വാട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വരുമ്പോൾ വെള്ളത്തിനെ സാർവിക ലായനി എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് പഠിക്കുക. വെള്ളം 2 ടൈപ്പ്, ഹാർഡ് വാട്ടറും സോഫ്റ്റ് വാട്ടറും. അപ്പോൾ എന്താണ് ഹാർഡ് വാട്ടർ, സോഫ്റ്റ് വാട്ടർ ഡെഫിനിഷൻ പഠിക്കുക. ഹാർഡ് വാട്ടറിന് കാരണക്കാരനായ അതിൻ്റെ കാരണങ്ങൾ പഠിക്കുക. ദെൻ എന്താണ് ടെമ്പററി ഹാർഡ്നെസ്, എന്താണ് പെർമനൻ്റ് ആണ്. അപ്പോൾ ഹാർഡ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം പഠിച്ചു അതെന്ന് ചോദിച്ചാൽ കാരണം എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. എവിടേക്കാണ് സർഫസ് ടെൻഷൻ്റെ അപ്ലിക്കേഷൻ വരുന്നതെന്ന് പഠിക്കുക. ദെൻ സർഫസ് ടെൻഷൻ കാരണം പിന്നെ ഈ വെള്ളത്തിൽ പിന്നെ വസ്തുക്കൾ പിന്നെ ചില പ്രാണികളൊക്കെ താഴാതെ നടക്കുന്നു. ഇതൊക്കെ സർഫസ് ടെൻഷൻ്റെ എക്സാമ്പിളാണെന്ന് ഓർത്ത് വെച്ചാൽ സെറ്റാണ്. ദെൻ പിന്നെ നമ്മൾ തുണി അലക്കുന്ന സമയത്ത് സോപ്പ് ചേർത്താൽ സർഫസ് ടെൻഷൻ കുറയും. അത് സർഫസ് ടെൻഷൻ കുറച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അലക്കാൻ സഹായിക്കുമെന്നൊക്കെ പറയുന്ന ആ പോയിന്റുകളും പഠിച്ചു വെക്കുക. ദെൻ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റും, വെള്ളം ആവിയായി മാറുമ്പോൾ ബോയിലിംഗ് പോയിന്റ് മാറുന്നില്ല എന്നുള്ളതും ടെമ്പറേച്ചർ മാറുന്നില്ല എന്നുള്ള ആ പോയിന്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. ദെൻ വെള്ളത്തിൻ്റെ തിളനില 100 ഡിഗ്രി ആണെങ്കിലും പ്രഷർ മാറുന്നതിനനുസരിച്ച് തിളനില മാറുമെന്നും അപ്പോൾ പ്രഷർ കുക്കർ ഉപയോഗിക്കേണ്ടി വരുമെന്ന് പറയുന്ന സിമ്പിൾ ഐഡിയ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഐഡിയയും പഠിച്ചു വെച്ചോ. ദെൻ ഹീറ്റ് കപ്പാസിറ്റി, ഒരു ബോഡിയെ 1 ഡിഗ്രി ഉയർത്താൻ ആവശ്യമായി നിങ്ങൾ കൊടുക്കുന്ന ഹീറ്റാണ് ഹീറ്റ് കപ്പാസിറ്റി എന്നും. അത് വെള്ളത്തിന് കൂടുതലാണ്
കൂടുതലാണെന്നും അതുകൊണ്ട് തന്നെ വെള്ളത്തിന് കൂടുതലായതുകൊണ്ട് തന്നെ അതിന് കുറേ അപ്ലിക്കേഷൻസ് ഉണ്ടെന്നും വണ്ടികളുടെ റേഡിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതും പഠിച്ചു വെക്കുക. ദെൻ വെള്ളത്തിൽ പ്രത്യേകം കാണപ്പെടുന്ന ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ്, വെള്ളത്തിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സ്, അതുകൊണ്ട് തന്നെ വെള്ളത്തിന് കുറേ പ്രോപ്പർട്ടികളുണ്ട് എന്നും പഠിക്കുക. വെള്ളത്തിലേക്ക് കറണ്ട് കടത്തി വിട്ടാൽ വെള്ളം ഹൈഡ്രജൻ ഓക്സിജനായിട്ട് മാറി നെഗറ്റീവ് ടെർമിനൽ ഹൈഡ്രജനും പോസിറ്റീവ് ടെർമിനൽ ഓക്സിജൻ ഉണ്ടാവും എന്നുള്ള പോയിന്റും പഠിച്ചു വെക്കുക. ദെൻ വെള്ളവും ഐസും തമ്മിൽ പഠിക്കുമ്പോൾ ആർക്കാണ് ഡെൻസിറ്റി കൂടുതലെന്നും ആർക്കാണ് വ്യാപ്തി വോളിയം കൂടുതലെന്നും നിർബന്ധമായിട്ടും പഠിക്കുക. അതുകൊണ്ടാണ് ഐസ് വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്നതും പഠിക്കുക. ദെൻ വെള്ളത്തിനെ കുറിച്ച് ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് വെള്ളത്തിൻ്റെ പൊല്യൂഷന് കാരണങ്ങൾ പഠിക്കുക. സിമ്പിളായിട്ട് അതും ചോദിക്കും. വെള്ളം പൊള്യൂട്ടായാലുള്ള പ്രശ്നങ്ങളും പഠിക്കുക. സെറ്റ്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററും അവിടെ സെറ്റ്. ദെൻ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെറ്റൽസിൻ്റെ മെയിൻ പ്രോപ്പർട്ടികളായ മാലിയബിലിറ്റി എന്താണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ ഏറ്റവും മാലിയബിളായ മെറ്റൽ ഏതാണെന്ന് പഠിക്കുക. ഡക്റ്റിലിറ്റി എന്താണെന്ന് പഠിക്കുക. ദെൻ മെറ്റൽസിൻ്റെ മെയിൻ ഒരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അത് പഠിക്കുക. അപ്പോൾ മെറ്റലിൻ്റെ മെയിൻ പ്രോപ്പർട്ടികളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ മെറ്റൽസും തെർമൽ കണ്ടക്ടേഴ്സ് ആണെന്നുള്ള പോയിൻ്റൊക്കെ പഠിച്ച് വെക്കുക. സൊണോറിറ്റി എന്താണെന്ന് പഠിക്കുക, ആ ശബ്ദം ഉണ്ടാക്കുന്ന സാധനം. ദെൻ മെറ്റാലിക് ലെസ്റ്റർ എന്താണെന്ന് പറഞ്ഞാൽ പഠിക്കുക. അപ്പോൾ മെറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രോപ്പർട്ടികളൊക്കെ വെച്ചിട്ട് ചോദ്യം ചോദിച്ചാൽ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. പിന്നെ നോൺ മെറ്റൽസിൻ്റെ ഓക്സൈഡുകളൊക്കെ അസിഡിക് ആയിരിക്കുമെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതും പഠിക്കുക. ദെൻ കൊറോഷൻ എന്താണെന്നും കൊറോഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിക്കുക. കൊറോഷൻ എന്താണെന്ന് പഠിക്കുക. ദെൻ മെറ്റലും നോൺ മെറ്റലും ഒക്കെ ചേർന്നിട്ടുണ്ടാകുന്ന ഈ അലോയ്സിനെ കുറിച്ച്, മെറ്റലിൻ്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു മെറ്റലും ബാക്കിയുള്ള നോൺ മെറ്റലൊക്കെ ചേർന്നിട്ടുണ്ടാകുന്ന അലോയ്സിൻ്റെ എക്സാമ്പിൾ, അലോയ്സ് എന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അലോയ്സിനെ കുറിച്ച് മക്കൾ പഠിച്ചേക്കുക. മക്കളെ അത്രയും ഭാഗങ്ങൾ ആ ചാപ്റ്ററിൽ പഠിച്ചില്ല, ഇതല്ലാത്ത ഭാഗങ്ങളുണ്ട് ആ ചാപ്റ്ററിൽ. ഞാൻ അതൊന്നും പഠിക്കേണ്ടെന്നല്ല പറയുന്നത്, നിർബന്ധമായിട്ടും അതെങ്കിലും നിങ്ങൾ പഠിച്ചു പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അപേക്ഷ. ദെൻ പദാർത്ഥങ്ങളുടെ രസതന്ത്രം, കെമിസ്ട്രി ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മക്കളെ അതിൽ മെയിനായിട്ട് തിയറികളാണ്, കുറച്ച് ടേബിളുകളും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം ടേബിളൊക്കെ പഠിച്ചു വെക്കുക എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതായത് സമയം എല്ലാം പഠിക്കണം, അത് ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ എത്രത്തോളം പഠിക്കാൻ കഴിയുന്ന ട്രിക്കൊക്കെ വെച്ചിട്ട് പഠിച്ചാൽ മതി മാക്സിമം. സോ ഗ്ലാസിനെ കുറിച്ച്, ഗ്ലാസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക. പല ടൈപ്പ് ഗ്ലാസ് ഉണ്ട്, ആ പല ടൈപ്പ് ഗ്ലാസും അതിൻ്റെ യൂസസും അതിലുള്ള കോമ്പണൻസും കുറച്ച് തിയറി ആയിട്ട് പഠിക്കാനുള്ളതാണ്. പഠിക്കാൻ കഴിയുന്നിടത്തോളം പഠിക്കുക. മാക്സിമം നിങ്ങൾ ട്രിക്കൊക്കെ ഉപയോഗിച്ച് പഠിക്കുക. ദെൻ ഓരോ ഗ്ലാസ്സിനും ഓരോ കളറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളർ കൊടുക്കാൻ കാരണക്കാരായ നിങ്ങൾ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ പഠിക്കുക. പോളിമേഴ്സിനെ കുറിച്ച് നിർബന്ധമായിട്ട് നന്നായിട്ട് പഠിച്ചോ. എന്താണ് പോളിമർ, എന്താണ് മോണോമർ, അതിൻ്റെ മാസൊക്കെ തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ പഠിക്കുക. പല ടൈപ്പ് പോളിമറുകളുണ്ട്, അത് ഉപയോഗിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്, അതിൻ്റെ പ്രയോജനങ്ങളുണ്ട്, ഉപയോഗങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പോളിമർ അത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് പഠിക്കുക. നമ്മൾ എപ്പോഴും കാണുന്ന സാധനങ്ങളായിരിക്കും. പിന്നെ നേച്ചുറൽ പോളിമർ ആരൊക്കെയാണ്, സിന്തറ്റിക് പോളിമർ അഥവാ ആർട്ടിഫിഷ്യൽ പോളിമർ ആരൊക്കെയാണ്, സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ പ്ലാസ്റ്റിക്കുകൾ, ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. തെർമോ പ്ലാസ്റ്റിക് പോളിമേഴ്സ് ആരാണ്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്, അതിൻ്റെ പ്രയോഗം, അതിൻ്റെ പ്രത്യേകതകൾ ചോദിക്കാറുണ്ട്. ജസ്റ്റ് അങ്ങ് പഠിച്ചു വെച്ചോ പ്ലാസ്റ്റിക്കുകളായിട്ട് ബന്ധപ്പെട്ട്. ദെൻ 4R സിസ്റ്റത്തിനെ കുറിച്ച്, റീയൂസ്, റെഡ്യൂസ്, റിഫ്യൂസ്, റീസൈക്കിൾ എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട 4R സിസ്റ്റം പഠിച്ചു വെച്ചോ. റബ്ബറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നേച്ചുറൽ റബ്ബർ എന്താണെന്നും അതിൻ്റെ പോയിന്റുകളൊന്ന് പഠിച്ചു വെച്ചോ. മക്കളെ ഫൈബേഴ്സുകളെ കുറിച്ച്, ഈ പോളിമേഴ്സിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഇതൊക്കെ കേട്ടോ, അതും ഫൈബേഴ്സിനെ കുറിച്ചും നൈലോണിനെ കുറിച്ചും കൂടി ഒന്ന് പഠിച്ചു വെച്ചോ. ആ ചാപ്റ്ററിന് അത്രയും കൂടെ പഠിച്ചോ. സോ 6 ചാപ്റ്ററിന് ഇത്രയും ടോപ്പിക്കുകളെങ്കിലും നിങ്ങളൊന്ന് പഠിക്കാൻ സമയം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ അത് മാത്രമല്ല പഠിക്കണം, ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും പറയും, ഞാൻ ഇത് പറഞ്ഞു തരുന്നത് തീരെ ഒന്നും പഠിക്കാതെ ഇങ്ങനെ അവസാന സമയത്ത് ഉഴപ്പുന്ന ആളുകളുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഇനി അല്ല, നന്നായിട്ട് പഠിച്ചവരാണെങ്കിൽ പോലും ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ ഇത് നിർബന്ധമായും പഠിച്ചില്ലേ. അപ്പോൾ നന്നായിട്ട് പഠിച്ചവർക്കും ഇത് ഉപകാരപ്പെടും. സോ നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.